ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നോ ഷുഗർ, നോ എഗ്സ് ആൻഡ് നോ മൈദ. അന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഡേറ്റ്സ് വാൾനട്ട് കേക്ക്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ കേക്ക് ഡയബറ്റീസുകാർക്കും കണ്ണും പൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ വായോ, നമുക്ക് സമയം ഒട്ടും കളയാതെ തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. കുരുവില്ലാത്ത ഡേറ്റ്സ് ഞാനിവിടെ ഒരു 30 എണ്ണം എടുത്ത് ചെറു ചൂടുള്ള 1.5 കപ്പ് പാലിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ സിന്നമൺ പൗഡർ, അത് ഓപ്ഷണലാണ്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഡേറ്റ്സ് ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പൊടി മിക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾനട്ട് ഇട്ട് കൊടുക്കാം. വാൾനട്ട് ഇല്ലെങ്കിൽ ആൽമണ്ട്സും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും. ഈ കേക്കിൻ്റെ കൂടെ വാൾനട്ട് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരും അത് മിസ് ചെയ്യാതെ ഇടുക. ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് ടൈം എല്ലാം ചിലപ്പോൾ ഓവൻ്റെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അതനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ഏകദേശം റെഡിയായി എന്ന് തോന്നുമ്പോൾ ഒരു സ്ക്യൂവർ വെച്ച് കേക്കിൻ്റെ നടുക്ക് ഒന്ന് കുത്തി നോക്കുക. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെ, എൻ്റെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടാൽ നല്ല ചോക്ലേറ്റ് കേക്ക് പോലെ ഇരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണിത്. മുട്ടയൊന്നും ചേർത്തിട്ടില്ല എന്ന് ആരും പറയില്ല, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ മധുരം, നല്ല ആവശ്യത്തിന് മധുരമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ്സിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് ഈ കേക്കിൻ്റെ മധുരവും വരുന്നത്. ക്വാളിറ്റിയുള്ള മധുരമുള്ള ഡേറ്റ്സ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാമുവലിന് തന്നെ കൊടുത്തു നോക്കിയാലോ, അവൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Wow, so good. Yum, it's very good. Is it sweet enough? Yes, it's very sweet. I didn't put any sugar. Wow, I didn't know. It's so sweet. It's just dates. Wow. Super healthy. Yep. Good. This is very soft. Very soft. Yes.